ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീതി എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. കുടുംബത്തിലെ തലമൂത്ത ആളെന്ന നിലയ്ക്ക് ചന്ദ്രശേഖരന് വേണമെങ്കിൽ 2 കുടുംബങ്ങളിലും ഇതറിയിക്കാമായിരുന്നു. അപ്പോ ഇതയാൾ മറച്ചു വെച്ചതിന്റെ ഉദ്ദേശം താങ്കൾ ചോദിച്ചോ? ഇല്ല. അപ്പോ ചിലരെ മാത്രം തെരഞ്ഞു പിടിച്ച് അന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ചിലർക്ക് നേരം മാത്രമേ അങ്ങയുടെ അന്വേഷണം നീങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങ് മറന്നുപോയി, അല്ലെങ്കിൽ ബോധപൂർവം കണ്ണടച്ചു. ഓക്കെ, പ്രിയങ്ക മരിച്ച സ്ഥലത്തു നിന്നും പ്രിയങ്കയുടെ വസ്ത്രങ്ങൾ നിങ്ങൾ കണ്ടെടുത്തു. ആ വസ്ത്രങ്ങളാണ് രാധിക തിരിച്ചറിഞ്ഞത്. പക്ഷേ ഈ കാര്യത്തിൽ ഏറ്റവും വിലപിടിച്ചൊരു തെളിവുണ്ടല്ലോ, പ്രിയങ്കയുടെ ഫോൺ. അതെവിടെ? അങ്ങനെയൊന്നും ബോഡി കിടന്ന സ്ഥലത്തുനിന്ന് കിട്ടിയില്ല. ശരി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും താങ്കൾ അന്വേഷിച്ചിട്ടില്ല. പ്രിയങ്കയുടെ ആ മൃതദേഹം ആദ്യം കണ്ടതാരാ? അത് ആക്രി പറക്കുന്ന ഒരാളാ. അയാളെ കസ്റ്റഡിയിലെടുത്തോ? ചോദ്യം ചെയ്തിരുന്നോ? ഇല്ല. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിരുന്നു. അയാളാണ് ആദ്യം കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. അതായത് സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ ആരും താങ്കൾക്ക് മൊഴി തന്നിട്ടില്ല. പക്ഷേ വരുണും രാധികയും പ്രിയങ്കയെ കൊന്നു കത്തിച്ചു എന്ന് നിങ്ങൾ വ്യക്തമായി അന്വേഷണ റിപ്പോർട്ട് എഴുതി. യുവർ ഓണർ, ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ മൊഴിയിൽ നിന്നും ചില കാര്യങ്ങൾ വ്യക്തമാണ്. വരുണിനും രാധികയ്ക്കും നേരെ അദ്ദേഹം കുറ്റം ചുമത്തിയത് അവർ തമ്മിൽ പ്രണയമാണെന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. അല്ലാതെ തെളിവിന്റെ ഒരു കണിക പോലും അതിലില്ല. സിഐയോട് എനിക്ക് കൂടുതലൊന്നും ചോദിക്കാനില്ല. ഈ കേസുമായി വളരെ അടുത്ത ബന്ധമുള്ള മറ്റൊരാളെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്.